എന്താണ് അവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്? അതിൽ എത്രയോ മനുഷ്യരോട് അതിൽ സംസാരിച്ചു കഴിഞ്ഞു. അവരൊക്കെ എന്താണ് പറയുന്നത്? വലിയ വേദനയിലാണല്ലേ ആ മനുഷ്യർ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂലി ഭാഗത്താണ്. ഇവിടെ ഈ ഭാഗത്തേക്ക് വന്ന് ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്താൽ ഇവിടെ ഇപ്പോൾ ഭോട്ടേക്കോശി നദിയുടെ ഒരു വശത്താണ് നമ്മൾ നിൽക്കുന്നത്. അകത്തേക്ക്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന കുറച്ചുകൂടി ദൂരത്തേക്ക് ആളുകളെ വിട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ജാഗ്രതയിൽ എത്തി നിൽക്കുന്നു. ഇവിടെ ആകെ കൂടുതൽ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ആശങ്ക ഇവിടെയുള്ള നാട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിരവധി ആളുകൾ നേരത്തെ ബസാർ ഭാഗത്തൊക്കെ ആളുകൾ എത്തിയിരുന്നതാണ്. ഇപ്പോൾ കൂടുതൽ ആളുകളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ജാഗ്രത തുടരുകയാണ്. ഒരു പ്രളയത്തിന് കൂടി സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് उल्लदे अभी क्या हालत है? ये सेकंड फ्लड आ रहा है क्या? भाई यार तुम खुद देख रहे हैं ना, इधर का क्या है, खुद देख रहा है ना. इधर वो अभी वो पहले तो एक बार तो हो गया, फिर दूसरा वो फिर आ रहा है, ऐसा मिल रहा है ना वो न्यूज़. फिर तो सब आदमी सेफ साइड रहना पड़ेगा भाई यार, क्या करेगा. ऐसा मुश्किल है तो आप लोग भी थोड़ा बहुत हेल्प करो. അതായത് നമ്മൾ സഹായങ്ങൾ നൽകണം, ഇന്ത്യ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന് സ്വന്തം നിലയ്ക്ക് തന്നെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തകരും നമുക്കൊപ്പമുണ്ട്. ഈ ഭാഗത്തേക്ക് ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ അവിടെയൊക്കെ വെള്ളം എത്തിയ ഭാഗമാണ്. अभी क्या हालत है? सेकंड फ्लड आ रहा है क्या? ऐसे जानकारी मिल रही है? आ रहा है, वो जानकारी तो मिल रहा है, लेकिन वैसा नहीं, अभी वो ताल नहीं फटा. वो जानकारी पहले तो क्या आ रहा था ना, वहाँ पे वो लेक ब्रस्ट हो गया, सेफ साइड रहो. लेकिन अभी वो नहीं है, उस ओवरफ्लो हुआ है, लेकिन सेफ साइड तो रहो. हाँ, अभी सेफ है नहीं, सेफ्टी अपनाना मैसेज आ रहा है. हाँ हाँ हाँ, स्टे अलर्ट. അതായത് ഇപ്പോൾ പറയുന്നത് നേരത്തെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി എന്ന വാർത്തയുണ്ടായിരുന്നു. പക്ഷേ അത് ഓവർഫ്ലോ ആയി വരികയാണ്. എന്തായാലും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇതാ ഒരു ഹെലികോപ്റ്റർ പോകുന്നത് കാണാം. ഹെലികോപ്റ്ററുകൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ തുടർച്ചയായി പോവുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഈ ഭാഗത്താകെ പുരോഗമിക്കുകയാണ്. ഒറ്റപ്പെട്ടു പോയ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ എത്തിക്കാനുള്ള നീക്കമാണ് ഹെലികോപ്റ്ററിലൂടെ ആർമിയും നേപ്പാൾ പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിലും ഈ നദി കരകവിഞ്ഞൊഴുകി കുത്തിയൊലിച്ച് വന്നതോടെ വീടുകൾ തകർന്നു, പലയിടത്തും ആളുകൾ ഒറ്റപ്പെട്ടു, റോഡുകൾ ഒലിച്ചുപോയി. അതുകൊണ്ട് തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തുന്നു ഈ ഭാഗത്തേക്ക്. ഒപ്പം ജാഗ്രത വേണമെന്ന കർശനമായ നിർദ്ദേശം ഇവിടെ നൽകിയിരിക്കുകയാണ്. ഇവിടെയാകെ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. നേരത്തെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ എത്തിയ ചില സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ആ ഭാഗത്ത് നിന്ന് മാറ്റി. രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ്. വീണ്ടും പ്രളയമുണ്ടാകും. അടുത്ത ഹെലികോപ്റ്റർ പോവുകയാണ്. അതായത് തുടർച്ചയായി ഹെലികോപ്റ്ററുകൾ ഇവിടെ നിന്നും പോകുന്നു. ഹെലികോപ്റ്ററിലൂടെ മാത്രമേ രക്ഷാപ്രവർത്തനം സാധ്യമാവുകയുള്ളൂ. പ്രത്യേകിച്ചും റോഡും പാലങ്ങളും ഒന്നും ഈ ഭാഗത്തേക്ക്, റസുവ ഭാഗത്തേക്ക്, പ്രളയമുണ്ടായ ഭാഗത്തേക്ക് എത്തില്ല എന്നുള്ളത് കൊണ്ട്, അതൊക്കെ തകർന്നു എന്നുള്ളത് കൊണ്ട് ഹെലികോപ്റ്ററിലൂടെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഏതായാലും സങ്കീർണമായൊരു സാഹചര്യമാണ് ഇപ്പോൾ നേപ്പാളിലുള്ളത്. നേപ്പാളിലെ ജനങ്ങൾ മുഴുവൻ ജാഗ്രതയിലാണ്. ഒരു പ്രളയം കൂടി താങ്ങാനുള്ള ശേഷി നേപ്പാളിലില്ല. പക്ഷേ ജാഗ്രത വേണമെന്ന നിർദ്ദേശം നേപ്പാൾ അധികൃതർ ജനങ്ങൾക്ക് നൽകി കഴിഞ്ഞു. റോഷൻ, ശരിയാണ്. വീണ്ടും ജലം കരകവിഞ്ഞൊഴുകിയാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് മാറും. അതുകൊണ്ട് മുന്നറിയിപ്പുകൾ ഇപ്പോഴും നൽകുകയാണ്. ആദിൽ പാലോടാണ് ആ പ്രദേശങ്ങളിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.